ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. സോ ഇന്ന് ഞങ്ങൾക്ക് അവധിയുള്ള ദിവസമാണ്. രാവിലെ 7 മണിയൊക്കെ ഒരു യോഗ ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ യോഗ ചെയ്യുന്ന ചെറിയ ചെറിയ ക്ലിപ്സ്, ഒരുപാടൊന്നുമില്ല. ഇന്ന് മോഡോ യോഗ പ്ലസ് യിന്നാണ് ചെയ്തത്. അപ്പോൾ യിൻ എന്ന് പറയുന്നത് മെയിൻലി നല്ല ജ്യൂസി സ്ട്രെച്ചസ് ഒക്കെ ആയിരിക്കും. നമ്മുടെ ബോഡി ആ യിന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു സുഖമായിരിക്കും. ഫസ്റ്റ് 30 മിനിറ്റ്സ് മോഡോ യോഗയും പിന്നെ 30 മിനിറ്റ്സ് യിന്നുമായിരിക്കും. സോ ഞങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് പല ദിവസവും ഉള്ളത്. മോഡോ ഫ്ലോ ഉണ്ട്, മോഡോ യോഗ ഉണ്ട്, പിലാറ്റസ് ഉണ്ട്, ഫ്യൂഷൻ ഉണ്ട്, ബാരി ഉണ്ട്. അങ്ങനെ പല 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 ആയിട്ടുള്ള ടൈപ്സ് ഓഫ് മോഡോയാണ്. ഈ മോഡോ യോഗ എന്ന് പറയുന്നതാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള യോഗ. നമ്മുടെ ബിഗിനേഴ്സിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള യോഗയാണ്. പ്ലസ് യിന്നും കൂടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെച്ചസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും യിന്നുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബോഡി ഭയങ്കര ഒരു നല്ലൊരു ഫീൽ, ഒരു റിലാക്സ്ഡ് ഫീലായിട്ടായിരിക്കും തോന്നുന്നത്. ഇപ്പം എൻ്റെ ഒരു പുതിയൊരു അഡിക്ഷനായിട്ട് മാറിയിട്ടുണ്ട് ഈ യോഗ ക്ലാസ്സസ്. ഇത് കഴിയുമ്പോഴത്തേനും ഭയങ്കര പീസ്ഫുൾ. അത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലായിരിക്കും ഉള്ളത്. എന്ന് വെച്ചാൽ നല്ല നല്ല സ്ട്രെച്ചസും അതും ഇതൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലാണ് ഉള്ളത്. ഒരു ദിവസം പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് അടിക്കുന്ന സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ യോഗ ക്ലാസ്സസ്. പിന്നെ ഈ സ്റ്റുഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹോട്ട് റൂമാണ്. അപ്പോഴത്തേനും ഹീറ്റഡ് റൂമാണ്. നമ്മൾ ഇത് യോഗ ചെയ്യുന്ന സമയത്ത് ഹോട്ട് റൂമിലായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് സ്വെറ്റൊക്കെ ചെയ്യും. ഈവൻ ശവാസനയിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവും. 2004 ഈ മോഡോ യോഗ എന്ന് പറയുന്നത് ബിഗിൻ ചെയ്തത്. അത് 6 സ്റ്റുഡിയോ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ 2005 വേറെ വേറെ ഫ്രാഞ്ചൈസീസൊക്കെ തുടങ്ങി. ടൊറൻറ്റോയിലാണ് തുടങ്ങിയത്. പിന്നെ 2008 US ആയിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. 2020 മോഡോ യോഗയുടെ ഓൺലൈൻ ക്ലാസ്സസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും മോഡോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കോവിഡിൻ്റെ സമയത്താണ് ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയത്. ഞാൻ പോകുന്നത് സ്ട്രാറ്റ്ഫോർഡിൽ തുടങ്ങിയത് 2014. ഇവിടുത്തെ ഓണറും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പുള്ളിക്കാരുടെ ക്ലാസ് വളരെ നല്ല, നമ്മുടെ പൊസിഷൻസും അതും ഇതും ഒക്കെ പോസ്റ്റേഴ്സും ഒക്കെ നന്നായിട്ട് അവർ കറക്റ്റ് ചെയ്ത് തരും. സോ ഇന്ന് രാവിലെ ആൾക്കാർ കുറവായിരുന്നു. ബിക്കോസ് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. 7 മണിയുടെ ക്ലാസ്സിലാണ്. പിന്നെ ഇത് കഴിയുമ്പോൾ 9:30 ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ ഒരു ദിവസം തന്നെ പല പല ക്ലാസ്സസ് ഉണ്ട്. നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്തിട്ട് വേണം അവിടെ പോകാനായിട്ട്. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, മന്ത്ലി ക്ലാസ് ബുക്ക് ചെയ്യാം, പിന്നെ ഇയർലി ക്ലാസ്സസ് ബുക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് അവർക്ക് ഓഫേഴ്സും അതും ഇതുമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സ്പ്രിംഗ് ആയത് കാരണം 3 മാസത്തേക്ക് ഒരു ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ സ്പ്രിംഗ് ക്ലബ് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അതുപോലത്തെ ഒരു ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് കാണിച്ച ആ ബോക്സ് എന്ന് പറയുന്നത് കുറേ യോഗ മാറ്റൊക്കെ വെച്ചിരിക്കും. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ബോക്സ് ആയിരുന്നു. ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഇറ്റ് ഈസ് അവർ ഹാപ്പി പ്ലേസ്. പിന്നെ ഇന്നത്തെ പുറത്തെ വെതർ എന്ന് പറയുന്നത് അടിപൊളി വെതറാണ് കേട്ടോ. 14 ഡിഗ്രി. നമുക്കിപ്പം കാനഡയിലൊക്കെ ജീവിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും വെതറിൻ്റെ ട്രാൻസിഷനെ കുറിച്ചൊക്കെ ഇത്രയും ചിന്തിക്കുന്നത്. ബിക്കോസ് ഐ ബിക്കം വെരി ഹാപ്പി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഹ്യൂഗോ ബേബി രാവിലെ ഞാൻ പോയപ്പോഴത്തേനും അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് വന്ന് താഴെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു 6:45 ആയപ്പോഴത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 7 മണിക്കായിരുന്നു ക്ലാസ്. അപ്പോൾ ഹ്യൂഗോയും താഴെ വന്ന് കിടന്നു. ഒരു 8:20 ആയിന്ന് തോന്നുന്നു ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഇനി അവനെ ഒരു വാക്കിന് കൊണ്ടുപോകാൻ. വെച്ചാൽ പുറത്ത് നല്ല വെതറാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാനിപ്പോൾ അവനോട് പറഞ്ഞു വാക്കിന് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് അവനീ കാണിക്കുന്നത് മുഴുവൻ. ലീഷ് ഇടാം, വാക്കിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായി. പിന്നെ അവൻ വാക്കിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മുടെ ടാസ്ക്കായ ലീഷ് ഇടണം, അതൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പം നമുക്ക് അവനെ ലീഷ് ഇട്ടുകൊണ്ട് ഇവിടെ പുറത്തൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. ഓഫ് ലീഷായിട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീടിൻ്റെ അടുത്തൊക്കെ ഒരു 1/2 അവർ അവനെ കൊണ്ട് വാക്കിന് പോകാമെന്ന്. ഇന്നിപ്പോൾ April 2 അല്ലേ ഇന്ന്, അതോ 3? ഇന്ന് April 3 സോ ഇന്നത്തെ വെതർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 ഡിഗ്രി ആയി. പക്ഷെ നാളെ പിന്നെ അത് ഡ്രോപ്പ് ആവുന്നുണ്ട്, 4-5 ഡിഗ്രിയൊക്കെ ആവുന്നുണ്ട്. സോ നമ്മുടെ ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവായിരിക്കും. നെഗറ്റീവിലേക്ക് അങ്ങനെ പോകാറില്ലെങ്കിലും ചില ദിവസം രാത്രിയൊക്കെ പോവും. അല്ലെങ്കിൽ 1 ഡിഗ്രി 2 ഡിഗ്രിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 2 ഡിജിറ്റ്സ് ആയിരിക്കും. അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്രാവശ്യം നല്ല ചൂടാണെന്നാണ് കേട്ടത് പുറത്തൊക്കെ. എല്ലാ വർഷവും ഗ്ലോബൽ വാർമിംഗ് കാരണം ചൂട് കൂടുന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ചൂടായിരുന്നു സമ്മറിൽ. പിന്നെ ഇപ്രാവശ്യം ഈ കുറേ നാൾ കഴിയും. ഞങ്ങൾ ആദ്യമൊക്കെ വന്നപ്പോൾ കാനഡയിൽ ഇത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ
കാലം കൂടുന്തോറും മഴ കൂടി കൂടി വരികയാണ്. ഇപ്പോൾ ഇവിടുത്തെ മഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാട്ടിലെ മഴയാണെന്ന് തോന്നത്തുള്ളൂ. അതുപോലെ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നാട്ടിലെ മഴയുടെ ഒരു എഫക്റ്റാണ്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു. ഹ്യൂഗോ ബേബി ക്ഷീണിച്ചു വന്നു. പിന്നെ അവനെ ക്ലീൻ ചെയ്യിപ്പിക്കണം. വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവനെ വൈപ്സും പിന്നെ പോപ്പ് ക്ലീനറും എല്ലാം വെച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കണം. ചില ദിവസം ഭയങ്കര ഡേർട്ടാണെങ്കിൽ അവനെ താഴെ പോയി കുളിപ്പിക്കുകയും വേണം. അത് കഴിഞ്ഞ് അവന് റിലാക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ മോർണിംഗ് 7 AM to 9 AM. അപ്പോൾ ഇനി കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം നിർമ്മല.